ഓ 2 ദിവസം ഒന്നും പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയാണല്ലോ നീ. എന്നിട്ട് ഇപ്പൊ ദിവസം എത്രയായി? അത് അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാതെയായി. വേറെ ആരും ഇല്ലാത്തോണ്ട്. നിന്റെ അമ്മയ്ക്ക് വയ്യായി ഒന്നും നേരെയില്ലല്ലോ. അതിപ്പോ അത്ര പുതുമയുള്ള കാര്യമൊന്നും അല്ല. ഇനി നീ ഇവിടുന്ന് വീട്ടിൽ പോകുന്ന എനിക്കൊന്ന് കാണണം. ആഹാ, തമ്പുരാട്ടി എഴുന്നള്ളിയോ? കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞാൽ വന്നാൽ മതിയായിരുന്നല്ലോ. ഓ, അവളവളെ അമ്മയെ ശുശ്രൂഷിക്കാൻ പോയിട്ട് വന്നതാ. നീ അങ്ങ് പോയാ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് ചെയ്യുന്ന? അമ്മയ്ക്ക് എല്ലാം കൊണ്ട് പറ്റില്ലെന്നറിയില്ലേ? ചേച്ചി ഇവിടെ കുറച്ചു ദിവസം കാണുമെന്ന് വിചാരിച്ചിട്ടാ ഞാനവിടെ നിക്കാന്ന് കരുതിയത്. അയ്യോടി, അത് കൊള്ളാലോ. ഞാൻ ഇവിടെ കൂലിപ്പണിക്ക് വന്നാന്ന് നീ വിചാരിച്ചേ? നീ എവിടെ കിടക്കുന്നു? എന്റെ മോൾ എവിടെ കിടക്കുന്നു? അവിടെ ആഗ്രഹം കൊള്ളാം. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞതല്ല. കൂടുതൽ സംസാരമൊന്നും വേണ്ട. നീ പോയി നിന്റെ പണി നോക്ക്. അവിടെ നിന്ന് നിന്നേ. എന്താ ചേച്ചി, എന്താ പറ്റിയേ? നീ നിന്റെ ഭാര്യനെ ഇങ്ങനെ അയച്ചിട്ടേക്കാണോ? ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. നിന്റെ സമ്മതത്തോടെയാണോ അവൾ ഇത്രയും ദിവസം അവളുടെ വീട്ടിൽ പോയി നിന്നത്? ചേച്ചി അവളുടെ അമ്മയ്ക്ക് വൈകിയായിരുന്നു, അതുകൊണ്ട് അവളെ നിൽക്കേണ്ടി വന്നേ. ഓ, അവളുടെ അമ്മയ്ക്ക് വയ്യായിരുന്നു. ഇവിടെ ഒരു തലുള്ള കാര്യം നീ ഓർത്തില്ലല്ലോ. ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് അവളവിടെ നിന്നേ. നീ ഇങ്ങനെ ഒരു മൊണ്ണായി പോയില്ലോ. ഇപ്പൊ ഇതൊക്കെ അനുവദിച്ചു കൊടുത്ത നാളെ ഇത് അവള് ശീലാക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അച്ഛാ കട്ടൻ. ആ, ഓള് വന്നോ? ആ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് മോളപ്പ്? ആ കുറവുണ്ട് അച്ഛാ. അതിലിട്ടുണ്ടല്ലേ? ഓ, ഉള്ള മാതിരം എല്ലാം കൂടെ കലക്കി കൊടുത്ത് നീ ആളെ കൊല്ലുവോ? അത് അച്ഛാ കട്ടൻ എടുത്തപ്പോ മാറിപ്പോയതാ. ഞാൻ വേറെ കൊണ്ടുവരാം. സാരില്ല മോളെ. നീ എന്തെന്ന് ഏത് നേരം അതിനെങ്ങനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കണേ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? പിന്നെ വെറുതെ ആരും ഒന്നും പറയൊന്നുമില്ലല്ലോ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവർക്ക് അറിയായിട്ടൊന്നും അല്ലല്ലോ. അതോടെ വേറെ എന്തെല്ലാം പണി ചെയ്തോണ്ട് നടക്കണോ? അതിന്റെ ഇടയിൽ ഇത് മറന്നിട്ടുണ്ടാവും, അത്ര തന്നെ. പിന്നെ ഇവിടെ അങ്ങ് മല പറിക്കുന്ന പണി നടക്കുമല്ലേ. ഓ, മരുമോളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു അമ്മായിയപ്പൻ. കഴിയാറായില്ലേടി ഇതിന്റെ പാചകം? രാവിലെ മുതൽ തുടങ്ങിയതാണല്ലോ. ഇപ്പൊ കഴിയും ചേച്ചി. വൈകുന്നേരം ആമിക്ക് എന്തെങ്കിലും കിട്ടോ? മനുഷ്യന് വിശന്നിട്ട് വയ്യ. എന്തുവാടി ഈ കലക്കി വെച്ചേക്കുന്നേ? അത് രസമാ ചേച്ചി. ഇതോ രസോ? അപ്പൊ പിന്നെ രസത്തിന് എന്ത് പറയും? പച്ചവെള്ളന്നോ? എന്താടി, ഒന്നും ആയില്ലേ ഇതുവരെ? നിങ്ങളൊക്കെ സമ്മതിക്കാം. ഇവളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് കഴിച്ചിട്ട് ജീവനോടെ നിൽക്കുന്നുണ്ടല്ലോ. അല്ല അപ്പൊ എന്ത് ചെയ്യാനാ? വേറെ വഴിയൊന്നുമില്ലല്ലോ. അടുക്കള ജോലിക്ക് അറിയുന്നുണ്ടെങ്കിൽ വിളിച്ചു നിർത്തമ്മേ. ഇതിനും അതാ കുറച്ച് പൈസ പോകില്ല. എന്താ സമാധാനത്തോടെ എന്തെങ്കിലും വായി വെച്ച് കഴിക്കാലോ. അങ്ങനെ വേറെ ആളെ വെച്ചാ പിന്നെ ഇവക്കോടെ പണിയൊന്നും ഇല്ലാതാവില്ലേ? ഇവളെവിടെ കൊണ്ടുവന്ന് സൂഹിക്കാനൊന്നും അല്ലല്ലോ. ജോലി ചെയ്യാതിരിക്കണ്ട, പുറംപണിയൊക്കെ നീ ചെയ്തോ, അതാ നല്ലത്. അതെ, നിങ്ങളിത് എവിടെ പോവോ? ഫ്രണ്ടിന്റെ മോളുടെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. ഇവിടം വരുന്നുണ്ടോ? ആ, ഒരുമിച്ച് പോയിട്ട് വരാൻ. അല്ല, ഇവിടം കൂടി പോയാലും എങ്ങനെയാ? അമ്മയ്ക്ക് വയ്യ, ഞാനിത് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? അമ്മയ്ക്ക് എന്താ പറ്റി? അമ്മയ്ക്ക് നല്ല നടുവേദനയാ, അമ്മ കിടക്കുക. എന്നാ ഒരു കാര്യം ചെയ്യ്, ഞാൻ പോയിട്ട് വരാം, നീ ഇവിടെ നിൽക്കാം. പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ചേച്ചി ഒറ്റയ്ക്കല്ലേ. ഓ, അവൻ വിളിക്കുമ്പെങ്കിൽ കെട്ടിയൊരുങ്ങി ഇറങ്ങിക്കോളും. കേറി പോടി. ഞാൻ ചെല്ലുമ്പോഴേ അവൾ അവന്റെ കൂടെ അണിഞ്ഞൊരുങ്ങി പുറത്തു പോകാൻ നിൽക്കുമായിരുന്നു. നീ എന്തായാലും അവളെ അവന്റെ കൂടെ പറഞ്ഞു വിടാൻ നന്നായി. അവൾ അവനൂടെ നമ്മളെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത അവനെ മനസ്സ് മാറ്റുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. അതെന്തായാലും നടക്കാൻ പോണില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനോട് കാര്യങ്ങള്. അവളുടെ അടവൊന്നും ഇവിടെ നടക്കില്ല. എന്തു പറ്റിയിടോ? താൻ എന്തിനാ കരയുന്നേ?
അമ്മയ്ക്കും ചേച്ചിക്കും എന്നോട് എന്തോ ദേഷ്യമുള്ള പോലെ പെരുമാറ്റം. ഞാൻ എന്ത് ചെയ്തിട്ടാ? അതൊക്കെ നിന്റെ തോന്നലായിരിക്കും. അല്ല, ചേച്ചി എപ്പോൾ ഇവിടെ വന്നാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഞാനുമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പിന്നെ ചേച്ചി വന്നതിന് ശേഷം അമ്മയുടെ സ്വഭാവത്തിന് നല്ല മാറ്റവും ഉണ്ട്. അതെന്താ നീ അങ്ങനെ പറയുന്നത്? അമ്മയ്ക്ക് എന്ത് മാറ്റം വരാൻ ചേച്ചി വരുമ്പം? കാര്യമൊക്കെ ശരിയാ, ആവശ്യമില്ലാത്ത പറയരുത്. ആവശ്യമില്ലാത്തല്ല, ഞാൻ കാര്യമായിട്ട് ഇനി ഇതിനെപ്പറ്റി ഒരു അക്ഷരം നീ വിട്ടത്. ഞാനൊന്നും വെറുതെ പറയുന്നതല്ല. എനിക്കെന്താ അതിന്റെ ആവശ്യം? ഞാനൊന്നും പറയുന്നില്ല, നേരം നീ സാഹചര്യം മുതലെടുക്കരുത്. അതെന്താ വിഷ്ണു എന്റെ ഭാഗത്തൊന്നും ചിന്തിക്കാത്തെ? പെങ്ങളെ പറഞ്ഞപ്പോ വിഷ്ണുവിന് നൊന്തുമല്ലേ? ഇനി ഒരു അക്ഷരം വേണ്ടി പോരുന്നു. എന്താണ് ഇവിടെ ബഹളം കേട്ടത്? നീ അവളെ അടിച്ചോ? കൊടുത്തില്ല, മിക്കവാറും കൊടുക്കും. അവളെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഞാൻ അന്നേ നിന്നോട് പറഞ്ഞല്ലേ അവള് നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തില്ലെങ്കിൽ അവള് തലേ കയറിയിരിക്കുന്നത്. നീ ഓരോന്നിനും മളം വെച്ച് കൊടുത്തിട്ടാ. എനിക്കിപ്പോ എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇന്ന് നിന്നോട്, നാളെ അവൾ അമ്മോട് എന്ത് കാണിക്കില്ലെന്ന് ആർക്കറിയാം. ഞാനേ 2 ദിവസം കഴിഞ്ഞ് അങ്ങ് പോവും, പിന്നെ കണ്ടറിയാം. അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കില്ല. എന്താടി അവൻ കഴിവുള്ളി പോണ്? അവൻ അവളുമായി എന്തോ പ്രശ്നം. ഇനി അവൻ അവളുടെ വാക്കുകേട്ട് നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അതെന്തായാലും നന്നായി. അവളുടെ ഒരു ഉദ്ദേശം ഈ വീട്ടിൽ ഇനി നടക്കാൻ പോണില്ല. എടാ, നീ ഇത് ഇത്ര നേരം എവിടെയായിരുന്നു? നീ താമസിച്ചു വരുള്ളൂ എന്നുണ്ടെങ്കിൽ നിനക്കൊന്ന് വിളിച്ച് പറയാൻ പാടുണ്ടായിരുന്നില്ലേ? എന്താച്ചാ? എടാ മോനെ, നീ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണാകത്തുള്ളത്. മറ്റുള്ളവർ ഓരോന്ന് പറയണ കേട്ടിട്ട് നീ അവളെ വിശ്വസിക്കരുത്. ചേച്ചി പറയുന്ന അച്ഛനും കേട്ടതല്ലേ? എടാ, അവള് കെട്ടിക്കൊണ്ടുപോയ വീട്ടിൽ നിൽക്കാതെ ഇവിടെ വന്ന് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണതാണത്. അതൊന്നും നീ ചെവിക്കൊള്ളരുത് മോനെ. ചേച്ചി ഇവിടെ നിൽക്കുന്ന അച്ഛനും ഇഷ്ടമല്ലേ? എടാ മോനെ, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഈ വീട്ടിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, അതുകൊണ്ടാ പറയണേ. എടാ, നിന്റെ അമ്മയും എന്നെയും ഒരു കുറവുമില്ലാണ്ട് സാധി നോക്കുന്നില്ലേ? അവൾ എന്നോട് ചേച്ചിയെ പറ്റി ഓരോ കുറ്റം പറഞ്ഞപ്പം എടാ, എന്തായാലും നീ മനസ്സിലാക്കിയേക്കാൾ കൂടുതൽ ഞാൻ അവളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ പല കാര്യങ്ങളും നേരം വെളുക്കുമ്പോൾ തൊട്ട് പാതിരാത്രി വരെ ഇവിടെ എന്താ നടക്കണമെന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കാൻ ഞാൻ. അച്ഛൻ എന്താ ഉദ്ദേശിച്ചത്? എടാ മോനെ, അവളെ ഇവിടുത്തെ വീട്ടുജോലി എടുപ്പിക്കാൻ വേണ്ടി കെട്ടിക്കൊണ്ട് വന്നതാണോ നീ? നേരം വെളുക്കുമ്പോൾ തൊട്ട് തുടങ്ങുന്ന പണി അതിന്. ഇവിടെ ഒരു മിനിറ്റ് പോലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതിനൊക്കെ പുറമെ ഇതൊന്നും കൂടാതെ അമ്മയുടെ മോളുടെയും കുത്തുവാക്കും. അച്ഛൻ ഇത് എന്തൊക്കെയാ പറയുന്നത്? ചേച്ചി ഇങ്ങനൊന്നും അല്ലോ എന്നോട് പറഞ്ഞത്. അല്ലെങ്കിൽ സ്വാതിയെക്കുറിച്ച് അവൾ നല്ലതൊന്നും പറയില്ല. നിന്റെ പെങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ നീ സഹിക്കോ? അത്രയും ചിന്തിച്ചാൽ മതി. ചേച്ചി എപ്പോൾ ഇവിടെ വന്നാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഞാനുമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇനി ഇതിനെപ്പറ്റി ഒരു അക്ഷരം നീ വിട്ടത്. അതെന്താ വിഷ്ണു എന്റെ ഭാഗത്തൊന്നും ചിന്തിക്കാത്തെ? പെങ്ങളെ പറഞ്ഞപ്പോ വിഷ്ണുവിന് നൊന്തുമല്ലേ? ചേച്ചി, കട്ടൻ ചായ. നീ ഇത് മനഃപൂർവ്വം ചെയ്തിരടി എന്നെ പൊളിക്കാനായിട്ട്? അയ്യോ ചേച്ചി, ഞാൻ മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ല. ഇതിന് പറ്റിയോ? എന്താ മോളെ, എന്താ തളച്ചത് എന്റെ കയ്യിൽ ഒഴിച്ചു? ഇതോട് മനഃപൂർവ്വം ചെയ്തോ? ഞാൻ ഇവിടെ നിൽക്കണ അസൂയ എവിടേക്ക്? ചേച്ചി ഇവിടെ നിൽക്കുന്നതിന് എനിക്ക് എന്ത് അസൂയുള്ളൂ ചേച്ചി? ഞാൻ അങ്ങനെ ചെയ്യില്ല. നീ അത് ചെയ്യും. അത്രയ്ക്ക് ദുഷ്ട മനസ്സാ നിന്റതേ. ഇതേ എന്റെ മോളുടെയും കൂടെ വീടാ. നിന്നെക്കാളും സ്വാതന്ത്ര്യം ഉണ്ട് അവൾക്ക് ഇവിടെ. ഇതുപോലെ ഓരോ കുരുട്ടുബുദ്ധി കാണിച്ച് എന്നെ ഇവിടെ നിന്ന് പുറത്താക്കെന്ന് വിചാരിക്കണ്ടടി. അച്ഛ ഇവളെന്നെ നിർത്തേ. കുറച്ച് ദിവസമായി ഓരോന്ന് കാണാനും കേൾക്കാനും തുടങ്ങിയിട്ട്. ഒന്നും കണ്ടാലും കേട്ടാലും മിണ്ടണ്ടാന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കുമ്പോ തലേ നദി. എന്തടി നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? എടി, നിന്റെ ഈ മോളുണ്ടല്ലോ ചെയ്യണത് ഒന്നാം തരം നാത്തും പോരാ. പണ്ട് ഒരു വിവരമില്ലാത്ത വീട്ടിലെ പെണ്ണുങ്ങൾ ചെയ്യണ അതേ ശുദ്ധ നാത്തും പോര്. അതിന് ചുക്കാൻ പിടിക്കാൻ പറ്റിയൊരു തള്ളി. അതച്ഛ ഞാൻ മിണ്ടരുത് നീ. എടി, നീയും ഇതുപോലെ ഒരു വീട്ടിൽ കയറി ചെന്നവളല്ലേ? നിനക്കറിയില്ലേ
അച്ഛനും അമ്മയും വിട്ട് വേറെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പുതിയ ബന്ധങ്ങൾക്കനുസരിച്ചുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ. സരസ്വതി, നിനക്കിതൊക്കെ അറിയുന്ന കാര്യങ്ങളാണല്ലോ, നീ ഇതൊക്കെ അനുഭവിച്ചറിഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ ഈ പാവത്തിന് കുത്തി നോക്കണത്? ചേച്ചിയുടെ ഭാഗത്ത് ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ ജീവിതം ഇല്ലാതെ അമ്മയ്ക്കും ചേച്ചിക്ക് എന്ത് സന്തോഷം കിട്ടുന്നത്. എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എടി, നിനക്ക് എടുക്കാനുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എടുത്തോ. നിനക്ക് ആ വീട്ടിലും ഉണ്ടാവില്ല കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. മതി ഇവിടുത്തെ പൊറുതി, ഇനി അവിടുത്തെ കാര്യങ്ങൾ നോക്ക്. ചെല്ല്. ഞാനിപ്പോൾ പോവാ, അത് നീ സന്തോഷിച്ചോ. പക്ഷെ ഞാൻ ഉടനെ തിരിച്ചു വരും. അന്ന് നിന്റെ അന്ത്യമായിരിക്കും.